വളരെ വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഇങ്ങനെ കൂടി വരുവാൻ തക്കണം കർത്താവ് ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. बहुत समय बाद वापस प्रियजनों के साथ परमेश्वर का नाम लेने के लिए और वचन बांटने के लिए प्रभु ने सब मौका दिया, इसलिए मैं प्रभु का धन्यवाद करना चाहता हूँ। നമ്മൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം हम लूका 18वां अध्याय അതിന്റെ 35 മുതൽ താഴോട്ടുള്ള 43 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. लूक 18:34 to 45 35 to 43 35 to 43 ഇപ്രകാരം നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്ന് അവന്റെ വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ അവനോട് അറിയിച്ചു. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതാക്കുവാൻ ശാസിച്ചു. അവനോ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്ന് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്കൽ വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു, ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. ഈ അധ്യായം നാം വായിക്കുമ്പോൾ നമ്മൾക്ക് പല കാരണങ്ങൾ ആദ്യമായി ഈ 18-ാം അധ്യായത്തിന്റെ ഒരു വിഭജനം ഞാൻ നിങ്ങളോട് അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ये अध्याय पढ़ते समय मैं ये अध्याय के बारे में एक बात मैं बताना चाहता हूँ। 1 മുതൽ അതിന്റെ 1 മുതൽ അതിന്റെ 8-ാം വാക്യം വരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് സ്ഥിരോത്സാഹിയായ ഒരു വിധവയുടെ ഉപമയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. पहला वचन से लेकर 8वां वचन तक वो एक विधवा के विषय में उधर वो लिखा गया है. നമ്മൾക്കത് വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. വായിയായ ഒരു ന്യായാധിപൻ അവിടെ കാണുന്നുണ്ട്. तो उधर एक न्यायाधिपति को हम देखते हैं जो दुष्ट है. ആ ദുഷ്ടനായ ഒരു ന്യായാധിപതിയാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അനീതിയുള്ള ഒരു ന്യായാധിപൻ. वो एक अन्यायिता करके हम पढ़ते हैं. അതുപോലെ തന്നെ അതിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. और नीचे हम जो नीचे का जो भी हम पढ़ते समय में उधर एक फरीसी और एक चुंगी लेने वाले के विषय में हम पढ़ते हैं. നമ്മൾക്കറിയാം അതിലുള്ള ആശയങ്ങൾ നമ്മൾക്കറിയാം. രണ്ടുപേർ പ്രാർത്ഥിക്കുന്ന ദേവാലയത്തിൽ കടന്നുപോയി, ഒരുത്തൻ ചുങ്കക്കാരൻ, ഒരുത്തൻ പാവി. ചുങ്കക്കാരൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ച നമ്മൾക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. तो हम जानते हैं वो 10वें वचन से पढ़ते वक्त उधर एक फरीसी और एक चुंगी लेने वाला दोनों प्रार्थना करने आ रहे हैं और दोनों का प्रार्थना किस तरह है ये हम जानते हैं. നമ്മൾക്ക് അവിടെ തന്നെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ അടുത്ത് നിൽക്കുന്നവനെ പോലെയല്ല. അവിടെ നമ്മുടെ പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചു പറിക്കാൻ നീതി കെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ അല്ല ഞാൻ എന്ന് അവിടെ പറയുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യം, അതിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പാവി നിന്നുകൊണ്ട് അവന്റെ പ്രാർത്ഥന നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. हम उधर उनका प्रार्थना को हम देखते हैं. അന്നേരം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ആ പരീശൻ അവൻ തന്നെത്താൻ നീതി പ്രാപിച്ചെന്നുള്ള നിലയിൽ അവൻ മടങ്ങിപ്പോകുന്നു. എന്നാൽ നമുക്ക് പാവിയുടെ പ്രാർത്ഥന നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, അവൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുത്തനെയാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്.
उधर जब ये फरीसी प्रार्थना करते वक्त उधर वो ऐसा प्रार्थना करता है कि वो खुद ही धार्मिक व्यक्ति है और वो प्रार्थना कर रहा है। पर हाँ जब जी, ये वो चुंगी लेने वाला प्रार्थना करते वक्त उधर वो अपने आप को खोस कर वो प्रार्थना कर रहा है। നമ്മൾക്കറിയാം പാപിയുടെ പ്രാർത്ഥന നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ നിന്നുകൊണ്ട് കരഞ്ഞ് കർത്താവെ, കർത്താവെ എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള രീതിയിലാണ് അവന്റെ പ്രാർത്ഥന നമ്മൾക്കവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. उधर वो पापी वो चुंगी लेने वाला प्रार्थना करते वक्त वो कह रहा है कि परमेश्वर मुझ पापी पर दया दिखा। എന്നാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾക്ക് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. उधर 14वां वचन में इसीलिए परमेश्वर उधर एक सत्य को उधर प्रकट करता है कि जो कोई अपने आप को ऊंचा उठाता है वो सबको वो छोटा हो जाएगा, पर जो अपने आप को छोटा बनाएगा वो बड़ा किया जाएगा करके वो सत्य प्रभु इधर कह रहा है। അതിന്റെ 15, 16, 17 വാക്യങ്ങൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ചിലര് ശിശുക്കളെ കർത്താവ് തൊടണമെന്നുള്ള ആവശ്യത്തോടു കൂടി കടന്നു വരുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 15, 16, 17 जब भी पढ़ते वक्त उधर कुछ बच्चों को कुछ शिशुओं को प्रभु के पास लेकर आकर वो प्रभु उनको छूना करके वो लोग लेकर आते हैं। എന്നാൽ തന്റെ ശിഷ്യന്മാർ ആ ശിശുക്കളെ തടയുന്നുണ്ട്. और अपना प्रभु का चेले लोग वो शिशुओं को उधर रोकते हैं। എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, അവരെ എന്റെ അടുക്കൽ വരുവിൻ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. पर प्रभु उनसे कहता है कि मैं बच्चों को मेरे मेरे पास आने से ना रोको, क्योंकि ऐसे लोगों के लिए परमेश्वर का राज्य बना है। നമുക്ക് ഇതിന്റെ 17-ാം അധ്യായത്തിൽ അതിന്റെ യഥാർത്ഥമായ സത്യം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. तो उसका सत्य 17वां वचन में हम उधर पढ़ते हैं। ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ഒരു നാളും ആരും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നെന്ന് കർത്താവ് പറയുന്നുണ്ട്. इसीलिए प्रभु कहता है कि मैं तुमसे सच कहता हूँ कि जो कोई परमेश्वर के राज्य को बालक की नाई ग्रहण ना करेगा वह उसमें कभी प्रवेश करने करने ना पाएगा करके प्रभु कहता है। അതിന്റെ 18 മുതൽ 20 അതിന്റെ 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. അവിടെ ഒരു ധനികനായ യുവ പ്രമാണിയെ നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. उधर 18 से 30 तक हम जब पढ़ते वक्त उधर एक बहुत बड़ा एक प्रमाणी के विषय में एक आदमी के विषय में कहा गया है। കർത്താവിനോട് അവൻ പറയുന്നുണ്ട്, കർത്താവ്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. इसीलिए इसीलिए वो सरदार आकर प्रभु से पूछता है, हे गुरु, मैं अनंत जीवन पाने के लिए क्या उसका अधिकारी होने के लिए मैं क्या करूं। അന്നേരം കർത്താവ് പറയുന്ന ഒരു വാക്ക് അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ നല്ലവനെന്ന് പറയുവാൻ, നല്ല നല്ലവൻ എന്ന് പറയുന്നത് എന്ത്, ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്നവിടെ പറയുന്നുണ്ട്. इसीलिए प्रभु उधर कहता है, तो उधर वो सरदार ने बोला उत्तम गुरु, इसीलिए प्रभु उसका उत्तर देता है कि तुम मुझे उत्तम क्यों कहता है, क्योंकि उत्तम सिर्फ एक ही है जो है परमेश्वर। ഞാൻ നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ധനികനായ മനുഷ്യൻ ചോദിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ അവിടെ താഴോട്ട് പറയുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. तो वो धनी आदमी का सवालों का उत्तर प्रभु नीचे देते हुए हम पढ़ते हैं। അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ അതിന് ഉത്തരമായിട്ട് കർത്താവിനോട് പറയുന്നത്, ഞാൻ ഇതെല്ലാം അനുസരിക്കുന്നവനാണ്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നുണ്ട്. तो इसीलिए प्रभु उधर बोलते वक्त तुम व्यभिचार ना करना, तुम चोरी ना करना, ये सब जब प्रभु कहते वक्त वो अधिकारी क्या कहता है कि मैं ये सब मेरे बचपन से मानते आ रहा हूँ, पालन करते आ रहा हूँ। എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയും, കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, നിനക്കൊരു കുറവുണ്ട് എന്ന് പറയുന്നുണ്ട്. पर प्रभु उधर उत्तर देता है कि तू एक चीज तुम में कमी है। എന്താണെന്ന് എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, നിന്റെ ധനവാൻ ഇത് നിന്റെ എല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കണം. इस प्रभु कहता है कि तुम अपना सारा सब कुछ बेच कर दरिद्रों को दो, गरीबों को बांट दो करके प्रभु कहता है। എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ലഭിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ और प्रभु कहता है कि और तुझे स्वर्ग में धन मिलेगा। അവൻ തിരിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്.
पर वो सुनकर वो बहुत उदास हो गया और वो पीछे चला गया करके हम पढ़ते हैं। അതിനൊരു ദൃഷ്ടാന്തം അവിടെ പറയുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, ഒട്ടകം സൂചി കുഴിയിൽ കടക്കുന്നത് എളുപ്പം. ഇങ്ങനെ പറയുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. उसका दृष्टांत में प्रभु उधर 25वां वाक्य में कहता है कि परमेश्वर के राज्य में धनवान के प्रवेश करने से ऊंट का सुई के में नाकों में से निकल जाना सहज है करके प्रभु कहता है। നമ്മൾക്ക് അതിന്റെ ആ സാരാംശം മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവിനെ പിൻചെല്ലണമെങ്കിൽ നമ്മൾക്ക് കാണുന്നുണ്ട്, തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണമെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾക്ക് വചനത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. वचन में हम पढ़ते हैं, अगर कोई प्रभु के पीछा होना चाहे तो वो अपने आप को तज कर, अपने आप को वो निंदा कर कर अपना क्रूस उठाकर प्रभु के पीछे चलने का सत्य हम जानते हैं। അതിന്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ മുമ്പ് കൂട്ടി കർത്താവിന്റെ ആ മരണവും അതിന്റെ പുനരുത്ഥാനവും, കഷ്ടവും മരണവും അതിന്റെ പുനരുത്ഥാനവും അത് മുമ്പ് കൂട്ടി അറിയിക്കുന്നതായിട്ട് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 31 से 34 जब भी हम पढ़ते वक्त, उसके नीचे पढ़ते वक्त उधर प्रभु अपना मृत्यु के बारे में, जिस तरह वो निंदा उड़ाया जाएगा, थूका जाएगा और उसको लोग मार देंगे और तीसरे दिन जी उठने के विषय में प्रभु उधर भविष्यवाणी करता है। അതിനുശേഷമാണ് നമ്മൾ ഇവിടെ വായിക്കുവാൻ കഴിയുന്നത്, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് കർത്താവ് കടക്കുമ്പോൾ ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന കാഴ്ച. तो उधर उसके नीचे जब भी हम पढ़ते वक्त, जब भी प्रभु यरूशलेम से यरीहो के तरफ जाते वक्त उधर एक अंधा व्यक्ति को प्रभु चंगाई देते देते हुए हम पढ़े पहले। നമ്മൾക്കറിയാം, ഈ എരിഹോവിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ എരിഹോവിൽ പല സംഭവങ്ങൾ നടന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम जब ये यरीहो के विषय में हम पढ़ते वक्त, शिक्षा लेते वक्त, वचन में यरीहो में बहुत कुछ संभव हुआ करके, कुछ चीजें पहले हुआ था करके हम जानते हैं। മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് അല്ല, അത് നമ്മൾക്ക് ഈ ഈ ഇതിന്റെ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുങ്കക്കാരനായ ചുങ്കക്കാരൻ ഒരു സക്കായി എന്ന് പറയുന്നവൻ കർത്താവിനെ കാണുവാൻ ഇടയായി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. हम लूका 19 अगला अध्याय जब भी पढ़ते वक्त उधर एक चुंगी लेने वाला सकाई प्रभु को मिला करके हम पढ़ते हैं। നമ്മൾക്കറിയാം, യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോയ ഒരു വ്യക്തിയെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വഴിയിൽ അവനുണ്ടായ സംഭവം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. और हम जानते हैं कि यरूशलेम से यरीहो जाते वक्त रास्ते में एक संभव हुआ करके हम एक दृष्टांत में हम जानते हैं, पढ़ते हैं। അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവനെ കള്ളന്മാർ പിടിച്ച് അവനെ ഉപദ്രവിക്കുന്നതും, അവിടെ പലര് കടന്നുപോയി എങ്കിലും ശമരിയക്കാരനായ ഒരു വ്യക്തിക്ക് അവനോട് മനസ്സലിവ് ഉണ്ടായി അവനെ അവിടെ നിന്ന് രക്ഷിക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम वो दृष्टांत कई बार पढ़े हैं कि एक व्यक्ति जब भी यरूशलेम से यरीहो तरफ जाते वक्त उधर उनको डाकुओं ने पकड़कर अधमरा छोड़ दिया, मारकर अधमरा छोड़ दिया। उसके बाद कई लोग उसको देखकर चले गए, पर एक अच्छा समरी आकर उसका देखभाल किया, उसको ठीक किया, उसको वापस लेकर आया। वो संभव हम जानते हैं। നമ്മൾക്കറിയാം നമ്മുടെ കർത്താവ് എരിഹോവിലേക്ക് കടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ കർത്താവിനെ സ്വീകരിച്ചത് എപ്രകാരമാണ് എന്ന് നമ്മൾക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. वचन के द्वारा हमें प्रकट होता है कि जब भी प्रभु यीशु मसीह यरूशलेम से यरीहो जाते वक्त वो यरीहो के लोग किस तरह प्रभु को स्वीकारा, ये हम वचन में पढ़ते हैं। നമ്മൾക്കറിയാം, നമ്മുടെ കർത്താവിനെ അവര് എതിരേൽക്കാൻ നീങ്ങുമ്പോൾ 2 പേരെ കർത്താവ് അടുത്തുള്ള പട്ടണത്തിലേക്ക് അയക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. तो यरीहो जाते वक्त प्रभु 2 लोगों को उस नगर में भेजता है पहले। അവിടെ കിട്ടിയിരിക്കുന്ന 2 കഴുതയും അതിന്റെ കുട്ടികളെയും കാണുവാൻ കഴിയുന്നുണ്ട്. 2 चेलों को भेजकर प्रभु कहता है कि वो एक डोंकी, एक गधा और उसका बच्चे को बांधा हुआ है, उसको लेकर आओ करके प्रभु कहता है। നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് आൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതിനെ അഴിച്ച് നീ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? तभी वो चेले लोग लेकर आते वक्त लोगों ने उनसे पूछा कि क्यों तुम लोग ये गधे को लेकर जा रहे हो? അവർക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് കർത്താവിനെ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്.
उनको सिर्फ एक ही बात उत्तर के स्वरूप में प्रभु कहने बोला है कि ये इसको प्रभु को आवश्यकता है इसका। നമ്മൾക്ക് ഈ യെരിഹോവിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഇത് വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. तो ये सब हम यरीहो के विषय में पढ़ते वक्त ये सब हम अच्छे रीति से हम वचन में ये सब के बारे में पढ़े हैं। അതുപോലെ നമ്മൾക്കറിയാം 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. हम एक और घटना हम जानते हैं जब ये 10 कोड़े के बीमारी वालों को प्रभु ने चंगा किया। അതിൽ ഒരുവൻ തിരിഞ്ഞു വന്ന് കർത്താവിന് നന്ദി പറയുന്ന അവസ്ഥയെ നമ്മൾക്ക് അവിടെ ദർശിക്കുവാൻ കഴിയും. पर वो 10 में से केवल एक ही व्यक्ति वापस आकर प्रभु को धन्यवाद दिया करके हम जानते हैं। ഇനി നമ്മൾ വായിച്ച ആ ഭാഗത്തേക്കൊന്ന് പോകാം. ഞാൻ മുഴുവനും അതിൽ നിന്ന് എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ വാക്കിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. तो वो वचन में से मैं सारे बातें तो नहीं बताऊंगा बट एक बात उसमें से मैं प्रत्येक रीति से बताना चाहता हूँ। അതിന്റെ 41 വാക്യത്തിന്റെ ആരംഭം വാക്യം 41 वर्स 41 का पहला पहला भाग जब हम पढ़ते हैं ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചു. तो मैं तेरे लिए क्या करूं कि परमेश्वर पूछता है। ഈ കുരുടനോടുള്ള ബന്ധത്തിൽ നാം കാണുമ്പോൾ പല കുരുടന്മാരെ കർത്താവ് പല പല സ്ഥലങ്ങളിലായി നിന്നുകൊണ്ട് കർത്താവ് സൗഖ്യമാക്കിയ കാഴ്ച നമ്മൾക്ക് വചനത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ബെത്സയിലെ കുരുടിന് കാഴ്ച നൽകുന്നത് നമ്മൾക്ക് എപ്രകാരമാണെന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 29 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിലും നമ്മൾക്ക് അതേ ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിറവിയിലെ കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നത് വഴിയരിയെ ഇരിക്കുന്ന ഒരു കുരുടൻ എന്നെയാണ് നമ്മൾക്ക് ഇവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. तो हम अलग अलग सुसमाचारों में जब भी पढ़ते वक्त मत्ती का पुस्तक 9 में, योहन्ना का पुस्तक में और मरकुस का पुस्तक में हम देखते हैं अनेक अंधों को प्रभु ने चंगा किया, उनको दृष्टि दिया करके हम पढ़ते हैं। पर यहाँ पे जब भी हम पढ़ते वक्त एक रास्ते के बाजू में रहने वाला एक अंधे को प्रभु चंगा करते हुए हम देख रहे हैं। നമ്മൾക്ക് ഇവിടെ വായിക്കുവാൻ കഴിയുന്നത് അവന് കാഴ്ചയില്ലെങ്കിലും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ പുരുഷാരത്തിന്റെ ആ വലിയ ആരവം മുഖാന്തരം നടന്നു പോകുന്ന ആ ശബ്ദം അവൻ മനസ്സിലായപ്പോൾ ആരോ വലിയ ആൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് എന്ന വലിയൊരു പുരുഷാരം അതുവഴി കടന്നു പോകുന്നുണ്ട് എന്ന് ആ കുരുടന് മനസ്സിലായി. तो वो अंधे को, वो भिखारी अंधे को मालूम पड़ा ये आवाज, लोगों का झुंड का आवाज सुनकर कि कोई बड़ा आदमी वहां से जा रहा है करके वो अंधे को मालूम पड़ा। വലിയവനായ ദൈവത്തിന്റെ ആ കൃപ അവന് മനസ്സിലാക്കി. അന്നേരം അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇതുവഴി കർത്താവ് കടന്നു പോകുന്നതാണ് ഇത്ര വലിയ ആരവത്തിന് കാരണമെന്ന് അവിടെ പറയുന്നുണ്ട്. तो उधर वो अंधा भी उधर पूछ कर वो समझ रहा है और लोगों ने भी उसको बताया कि इधर प्रभु 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 है जो ये मार्ग से चलकर जा रहा है करके वो अंधे को परमेश्वर का अनुग्रह से वो मालूम पड़ा। അന്നേരം ആ കുരുടിന് പറയുവാനുള്ള കാര്യം നമുക്ക് അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നസറേനായ യേശു കടന്നു പോകുന്ന അവൻ അറിയിച്ചു. അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്ന ആ കാഴ്ച നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 37 और 38 जब हम पढ़ते वक्त उधर उन लोगों ने उसको बताया कि यीशु जो नसरी है वो वहां से चल रहा है करके जब बोलते वक्त वो तभी ही वो अंधे ने क्या चिल्लाया कि यीशु दाऊद का संतान मुझ पर दया कर। അവൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവൻ അപേക്ഷിക്കാനുള്ളത്. അവന് കണ്ണ് കാണണം, അല്ലാതെ വേറെ ഒന്നും വേണ്ട. उसको सिर्फ एक ही बात
परमेश्वर से, वो प्रभु से मांगने के लिए एक ही चीज है कि मुझे मेरा दृष्टि दे, मुझे दे, मेरा आंखों को चंगा कर। കർത്താവ് അവിടെ നിന്ന് അവനെ വിളിച്ച് അവന്റെ കണ്ണിന് കാഴ്ച കൊടുക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. तो उधर वो प्रभु को पुकारा, उसके बाद प्रभु उसको दृष्टि देते हुए हम देखते हैं, प्रभु उसको आंखों का चंगा चंगा करते हुए हम देखते हैं। ഇതേ രീതിയിൽ കർത്താവ് ഞാൻ എന്ത് ചെയ്ത് തരണം എന്ന് വേദപുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. तो मैं कुछ बातें तो प्रभु उधर सवाल पूछते हुए मैं बताना चाहता हूँ कि कई बार लोगों को प्रभु ने ऐसा सवाल पूछा है कि मैं तुम्हारे लिए क्या करूँ, मैं क्या कर सकता हूँ। അത് ഒന്നാമതായി നമുക്ക് കാണാവുന്ന മനസ്സിലാക്കുവാൻ കഴിയുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 5 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾക്ക് ശലോമോനോടുള്ള ബന്ധത്തിൽ നമ്മൾക്കതെ കാണുവാൻ കഴിയുന്നുണ്ട്. पहला राजाओं का पुस्तक 5 से 15 जब भी हम पढ़ते वक्त सलोमन को प्रभु परमेश्वर, यहोवा परमेश्वर आकर ये सवाल पूछते हुए हम जानते हैं। വലിയവനായ ദൈവം ശലോമോനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന്. उधर यहोवा परमेश्वर सलोमन को पूछ रहा है, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. എന്നാൽ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അവനോട് ചോദിക്കുമ്പോൾ അവന് ധനമോ മാനമോ അതുപോലെ സമ്പത്തോ ഒന്നുമല്ല അവൻ ചോദിച്ചത്. എന്താ, ഇത്ര വലിയ ഒരു ജനത്തെ അവന് നയിക്കണമെങ്കിൽ അവന് എനിക്ക് ജ്ഞാനം തരണം എന്നാണ് വലിയവനായ ദൈവത്തോടെ ശലോമോൻ പറഞ്ഞതായി നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത്. सलोमन को जब भी परमेश्वर पूछते वक्त वो मुझे बड़ा बना दे या फिर मुझे धन दे दे, ये सब नहीं परमेश्वर को पूछा, पर उसने केवल ये पूछा कि मुझे प्रभु आप मुझे ज्ञान दो। അത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 7-ഉം 8-ഉം വാക്യത്തിൽ വന്ന്, എന്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. 8-ാമത്തെ വാക്യം, നീ തിരഞ്ഞെടുത്തതും പെരുപ്പ നിമിത്ത എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ ഞാൻ ഇരിക്കുന്നു. നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അത്രമാത്രം വലിയ ഒരു ജനക്കൂട്ടമാണ്, ജനത്തെയാണ് ശലോമോൻ നയിക്കേണ്ടത് എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ശലോമോൻ പറയുകയാണ്, ഇവരെ നയിക്കുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ എന്നവിടെ പറയുന്ന കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 7, 8 और 9 में जब भी परमेश्वर को वो कह रहा है कि परमेश्वर तू जानता है कि इतने बड़े लोग, इतना परमेश्वर का लोगों को मुझे संभालने के लिए मुझे वो बुद्धि और वो समझ दे कि मैं परमेश्वर को वो न्याय से परमेश्वर का लोगों को मैं चला सकूं। നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു കാര്യമുണ്ട്, ആ ജ്ഞാനം എങ്ങനെ പ്രാപ്തമാക്കി എന്ന് കാണിക്കുന്നത് ഒരു ദൃഷ്ടാന്തം നമ്മൾക്ക് അതിന്റെ 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വലിയവനായ ദൈവം ശലോമോന് ജ്ഞാനം നൽകി എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 16 से हम नीचे पढ़ते वक्त उधर परमेश्वर उधर सोलोमन को ज्ञान और बुद्धि दिया करके हम पढ़ते हैं। അത് നമുക്ക് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് അതിന്റെ 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുന്നുണ്ട്, 2 സ്ത്രീകൾ അവർ പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളിൽ ഒരു സ്ത്രീ അവളുടെ കുഞ്ഞിന്റെ ദേഹത്ത് കിടന്ന് ആ കുഞ്ഞു മരിച്ചുപോയി. അവൾ എന്ത് ചെയ്തു, അവൾ ആ കുഞ്ഞിനെ എടുത്ത് മറ്റേ സ്ത്രീയുടെ അടുത്ത് കിടത്തി ജീവനുള്ള കുഞ്ഞിനെ ഈ സ്ത്രീ എടുത്ത് തന്റെ മാറോട് അണച്ചു എന്ന് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. हम 16 से जब नीचे पढ़ते वक्त उधर परमेश्वर उधर एक और चीज हम देखते हैं, 2 स्त्रियां थे और वो लोग राजा के पास आया कि एक स्त्री का बच्चा जब मर गया तो वो स्त्री ने दूसरे स्त्री के पास अपना मरा हुआ बच्चा रखकर उसका जीवित बच्चा अपने पास रख लिया, तो वो उसका सच्चा न्याय करने के लिए वो लोग राजा के पास आए। നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് 24-ാമത്തെ വാക്യത്തിൽ കൊണ്ടുവരുന്നുണ്ട്, ആ ജീവനുള്ള ആ കുഞ്ഞിനെ ശലോമോന്റെ മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ ശലോമോന്റെ
ജ്ഞാനത്തെക്കുറിച്ച് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ഒരു വാൾ കൊണ്ടുവരുവീൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ അപ്പോൾ രാജാവേ, ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്ന് പകുതി ഒരുത്തിക്കും പകുതി മറ്റവൾക്കും കൊടുപ്പീൻ എന്ന് പറഞ്ഞു. 26-ാമത്തെ വാക്യത്തിലാണ് അതിന്റെ യഥാർത്ഥമായ ആ ജ്ഞാനം അവിടെ നമ്മൾക്ക് ശലോമോന്റെ ജ്ഞാനം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള കുത്തുകൊണ്ട് രാജാവിനോട്, അയ്യോ എൻ്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റവളോ, എനിക്ക് വേണ്ട, നിനക്കും വേണ്ട, അതിനെ പിളർന്ന് കളയട്ടെ എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവിടെ അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുക്കുവേൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് കൽപ്പിച്ചു. നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് വലിയവനായ ദൈവം ശലോമോനെ അവന് ഏറ്റവും അധികം ജ്ഞാനം നൽകി എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. हम 24-25 से हम नीचे जब भी पढ़ते वक्त उधर राजा कहता है कि एक तुम एक तलवार लेकर आओ और ये बच्चे को दो हिस्से में कर दो, दो भाग में कर दो, एक दोनों एक भाग एक एक स्त्रिया को दे दो करके कहता है। पर वो ऐसा बोलते वक्त ही उसका असली बच्चे का माता उधर रोने लगी और बोली कि तुम ये जीवित बच्चा उसको दे दो, पर उसे जीने दो। तो इस तरह परमेश्वर का जो ज्ञान है जो राजा को मिला था, सोलोमन को मिला था, वो हमें इधर ये वचनों के द्वारा मालूम पड़ता है। അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നത്, രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേൽ ഒക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो इसलिए ये जो न्याय है ये पूरा इसराइल ने सुना और सब राजा का भय मानने लगे और उनको समझ में आया, उन्होंने देखा कि परमेश्वर का ज्ञान उनके अंदर है और वो बुद्धि उसको मिला है करके उनको मालूम पड़ा। ശലോമോൻ ചോദിച്ചത്, എനിക്ക് ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം തരണം. എന്നാൽ വലിയവനായ ദൈവം അവന് കൊടുത്തത് ആ ജ്ഞാനവും അവന് കൊടുത്തു. അതുകൂടാതെ അവന് അനുഗ്രഹവും അതുപോലെ അവന് വാഗ്ദത്തവും നൽകി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और सिर्फ केवल सोलोमन ने परमेश्वर का लोगों को यानी इसराइल को न्याय करने के लिए बुद्धि और समझ को मांगा, पर परमेश्वर ने उसे आशीष भी दिया और उससे वाचा भी बांधा। നമ്മൾക്ക് അതുപോലെ അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഏലിയാവ് തൻ്റെ ശിഷ്യനായി ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമയത്തെ നമ്മൾക്ക് അവിടെ വായിക്കുവാൻ അത് കാണുവാൻ കഴിയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കത് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. हम पहला राजा 19 का 19 से लेकर 21 तक पढ़ते वक्त उधर एलिशा एलिया जाने से पहले उसका एक और भविष्यवक्ता को वो चुन रहा है। അവിടെ നമ്മൾക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നുണ്ട്, അത് ഏലീശായെ തിരഞ്ഞെടുക്കുന്ന ആ കാഴ്ച നമ്മൾക്ക് കാണാം. എന്നാൽ അതിന്റെ ഏലീശായെ തിരഞ്ഞെടുക്കുമ്പോൾ ഏലീശ ഒരു കാര്യം ഏലിയാവിനോട് പറയുന്നുണ്ട്, എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിന്റെ ശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു എന്ന് പറയുന്ന വാക്ക് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. तो उधर हम 20वां वचन में हम पढ़ते हैं, जब भी उधर एलिया कहता है कि मैं प्रार्थना करता हूँ और मैं मेरा माता और पिता को चुंबन देकर मैं तुम्हारे पीछे आता हूँ करके एलिशा कह रहा है। എന്നാൽ നമ്മൾക്ക് ഏലിയാവ് ഏലീശയോട് പറയുന്ന ഒരു വാക്ക് അവിടെ നമ്മൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക എന്ന് പറഞ്ഞു. तो इसीलिए उसके बाद एलिया ने क्या उत्तर दिया, उसने कहा लौट जाओ, मैंने तुझसे क्या किया है ये याद रखने के लिए कहा। അത് നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവൻ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവന് വേണ്ടി വലിയ ഒരു കാര്യം ഏലിയാവ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്.
तो उधर मैंने तो तुझसे या फिर मैंने तेरे लिए क्या किया है, जब भी एलिया बोलते वक्त वो सब बातों को वो याद दिला रहा। അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ അതിന്റെ ഏലിയ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഏലിയാവ് എലീശയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ചോദ്യവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम पहला राजा 2 अध्याय उसका 9वां वचन जब भी हम पढ़ते वक्त उधर एलिया वापस उधर पूछ रहा है उसके लिए कि मैं तुम्हारे लिए क्या करूं। അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, എൻ്റെ ആത്മാവിൽ ഇരട്ടി ആത്മാവ് എനിക്ക് വേണം എന്നാണ് ഏലിയാവിനോട് ചോദിക്കുന്നത് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. पर एलीशा ने एलिया को क्या पूछा कि तुझ में जो आत्मा है उसका दुगना भाग मुझे मिले। അത് നമ്മൾക്ക് 9-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो वो 9वां वचन में हम पढ़ते हैं, ഏലിയാവ് കർത്താവിന്റെ അടുക്കിലേക്ക് പോകുന്നതിന് മുമ്പേ അവിടെ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. तो एलिया परमेश्वर के उपस्थिति में जाने से पहले एलिशा ये बात को पूछ रहा है, अपेक्षा कर रहा है। ഈ 2-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്, പലരും അവനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ 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 ഉടയവനെ നിന്റെ ഉടയവനെ ഇപ്പോൾ തന്നെ ഇവിടുന്ന് എടുത്തു പോകും, നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഏലീശ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ये 2 अध्याय में जब भी हम पढ़ते वक्त उधर एलिया जब भी कह रहा है एलिशा को कि तो तुम्हारा जो मालिक है, तो ये जो गुरु है, मैं तो गुरु को परमेश्वर अपने उपस्थिति में लेकर चले जाएगा। जब भी एलिया कहते वक्त एलिशा कह रहा है कि मैं तुम्हें कभी नहीं छोड़ूंगा। നമ്മൾക്ക് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നത്, ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പേ ഏലിയാവിന്റെ പുതപ്പ് താഴോട്ടിടുന്നതും ഏലീശ ആ പുതപ്പ് എടുക്കുന്നതും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. तो उधर हम नीचे जब भी पढ़ते वक्त उधर एलिया अपना वो कपड़ा नीचे वो डाल रहा है, और एलिशा वो कपड़े को पकड़ रहा है, हम देख रहे हैं। നമ്മൾക്ക് അത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, ആ ഏലീശയിലുള്ള ആത്മാവിനേക്കാൾ ഇരട്ടി ആത്മാവ് അവന് ലഭിച്ചു എന്ന് കാണുന്നത് എങ്ങനെയെന്ന് കാണുമ്പോൾ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്, ഏലിയാവിന്റെ പുതപ്പ് അവൻ എടുത്ത് അവൻ യോർദാൻ അക്കരെ വെച്ചാണ് ഈ സംഭവം നടക്കുന്നെങ്കിലും യോർദാൻ ഇക്കരെ കടക്കുവാൻ തക്കോണം അവൻ ആ ഏലിയാവിൽ നിന്ന് ലഭിച്ച ആ പുതപ്പെടുത്ത് യോർദാനിന്മേൽ അടിച്ചപ്പോൾ യോർദാൻ 2-ആയി പിരിഞ്ഞു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. और हम पढ़ते हैं, हम उधर आगे वो जो मांगा एलिशा ने, जो मांगा कि तुम्हारा दुगना आत्मा का भाग मुझे मिले, ये कभी पूरा उसको कभी मालूम पड़ा कि ये मिल गया। जो कपड़ा जो एलिया की तरफ से वो उसने डाला था और इसने एलिशा ने लिया था, वो वापस लौटते वक्त वो कपड़े को योरदान के ऊपर उसने मारा, और योरदान 2 भाग में बट गया। तो उससे हमें मालूम पड़ता है कि एलिशा को वो दुगना भाग आत्मा का मिल गया। മൂന്നാമതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾക്ക് ഏലീശ അവിടെയുള്ള ഒരു വിധവയോട് പറയുന്ന വിധവയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ചോദ്യം നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. और यही सवाल हम 2 राजा 4 का 2 में जब भी पढ़ते वक्त एलिशा वो विधवा स्त्री को कह रहा है कि मैं तुम्हारे लिए क्या करूं, मैं तेरे लिए क्या करूं। ആ വിധവാ സ്ത്രീയുടെ ഭർത്താവ് പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തനായിരുന്നു എന്ന് നമ്മൾക്ക് 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो 4 का 1 में पढ़ते वक्त वो भविष्यवक्ताओं के चेले का पुत्रों में से एक था, ये जो विधवा स्त्री का पति। അത് എന്തുകൊണ്ടാണ് എങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രവാചക ശിഷ്യൻ അവൻ വരുത്തി വെച്ച ആ കടം തീർക്കുവാൻ തക്കവണ്ണം കഴിവില്ലാതെ വന്നപ്പോൾ ആ പ്രവാചക ശിഷ്യന്റെ ഭാര്യയെയും മക്കളെയും ആ കടക്കാർ വന്ന് പിടിക്കുവാൻ പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഏലീശ അവള് കരഞ്ഞുകൊണ്ട് ഏലീശ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ഏലീശ പ്രവാചകനോട് പറയുമ്പോൾ ഏലീശ പ്രവാചകൻ പറയുന്ന വാക്കാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്നുണ്ട്.
तो ये जो स्त्री का पति मरने से पहले जो कर्जा लिया था, वो कर्जदार लोग आकर ये स्त्री को अभी परेशान कर रहे हैं और वो लोग कर्जे में डूबे हैं। तो ऐसे रहते वक्त वो स्त्री एकदम दुखी अवस्था में आकर एलिशा को कहता है कि ये सब ऐसा हो रहा है हमारे साथ। तो अന്നേരം और उनका पति मर गया है, तो इसलिए एलिशा पूछ रहा है, उसको ये सवाल पूछ रहा है कि मैं तुम्हारे लिए क्या करूं। അതിനെ ഏലീശ ആ വിധവയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പക്കൽ ഉള്ളത് എന്തേ എന്ന് ചോദിക്കുന്നുണ്ട്. तभी एलिशा उसको पूछ रहा है कि तुम्हारे पास क्या है, कि तेरे घर में क्या है। അവൾ പറയുന്നത്, എൻ്റെ എൻ്റെ ഭവനത്തിൽ ഒരു ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ എന്നവിടെ പറയുന്നുണ്ട് ആ വിധവ എലീശയോടെ. तो तभी वो विधवा एलिशा को कहता है कि मेरे मेरे घर में एक हांडी तेल है, और कुछ नहीं है। നമ്മൾക്കറിയാം ആ ആ എണ്ണയിൽ നിന്ന് എണ്ണ എലിശ പറയുന്ന വാക്കുകൾ അനേകമുണ്ട്. അയലത്ത് നിന്റെ വീട്ടിൽ ഉള്ള പാത്രങ്ങൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, അതുപോലെ തന്നെ അയൽവക്കത്ത് നിന്നും ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങിച്ച് നീയും നിന്റെ പുത്രന്മാരും മുറിക്കകത്ത് കടന്ന് വാതിലടച്ച് ആ എണ്ണ പകർന്നുകൊള്ളുവീൻ എന്നാണ് എലീശ പറയുന്ന വാക്ക് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. तो एलिशा ने उससे क्या कहा कि तुम्हारे घर पे जो बर्तने हैं, खाली बर्तने हैं, वो लेकर और अपने पड़ोसियों से भी बर्तन मांग कर घर पे जाकर अपना दरवाजा बंद करो और वो तेल को बर्तनों में उंडेलते जाओ, डालते जाओ। ഉള്ളത് കൊണ്ട് വലുതാക്കി നൽകുന്ന ഒരവസ്ഥയാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. जितना उनके पास था, वो उसमें से प्रभु उनको और भी अधिक भरपूरता से उसमें से ही मिला करके हम पढ़ते हैं। ആ കടം വീട്ടുവാൻ വേണ്ടി മാത്രമല്ല അത് ചെയ്തത്, അവളുടെ ഉപജീവന മാർഗത്തിനും അത് ഉതകുന്നതായി തീർന്നു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. वो उसके द्वारा केवल वो कर्जा ही उनका मिटा नहीं, पर उनका पूरा जिंदगी उसमें से चल गया करके हम पढ़ते हैं। അതുപോലെ നാലാമതായി നമ്മൾക്ക് കാണുമ്പോൾ ആ അധ്യായത്തിൽ തന്നെ അതിന്റെ 4-ന്റെ 14-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. तो वो चौथा अध्याय का 14वां वचन में जब भी हम पढ़ते वक्त उधर एक बात को हम देखते हैं। നമുക്ക് അതിന്റെ 8 മുതൽ താഴോട്ട് 14 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുമ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു ശൂനേംകാരത്തി ഈ ഏലീശായെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. हम 8वें वचन से जब भी हम नीचे पढ़ते वक्त तो एक शूनेम के एक स्त्री के पास एलिशा गया करके हम देखते हैं। ഈ ശൂനേംകാരത്തി വളരെ ധനികയായ ഒരു സ്ത്രീയായിരുന്നു. और शूनेम की जो स्त्री है, वो एक धनी धनी स्त्री है करके हम जानते हैं। അതുവഴി എല്ലാം കടന്നു പോകുമ്പോൾ ഈ ഏലീശ അവിടെ കയറി പാർക്കുമായിരുന്നു. तो ये नगरों में से जब भी गुजरते वक्त एलिशा वो शूनेम के स्त्री के घर पे विश्राम करने जाता था। എന്നാൽ അവിടെ അവൾക്ക് ഒരു കുറവുണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. पर उसको इधर ये समय में एक चीज की कमी था करके हम देखते हैं। ഏലിശയുടെ ഏലിശായുടെ ഭൃത്യനായ ഗേഹസി അതിന് ഉത്തരം അവിടെ കൊടുക്കുന്നുണ്ട്. और वो कमी का उत्तर गेहसी नामक एक चेला जो एलिशा का चेला है, वो उत्तर देते हुए हम जानते हैं, देख रहे ഞാൻ हैं। നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ആ സ്ത്രീ അല്ല അതിന് ഉത്തരം പറയുന്നത്, തന്റെ ഭൃത്യനായ ഗേഹസിയാണ് ഉത്തരം പറയുന്നത്. तो क्या कर कर देना है, जब ये पूछते वक्त उसका उत्तर गेहसी नामक एक सेवक उधर दे रहा है। അത് നമുക്ക് 14-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. और 14वां वचन में हम पढ़ते हैं वो। എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. तो जब एलिशा ने ये पूछा कि तो इसके लिए क्या करना चाहिए, क्या किया जाए, ये पूछते वक्त गेहसी ने उत्तर दिया कि निश्चय उसका कोई लड़का नहीं और उसका पति भी नहीं है, അതിന്റെ ഉത്തരം बूढ़ा है, पति അത് बूढ़ा है। അതിന്റെ ഉത്തരം നമുക്ക് 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയത്ത് ആകുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. तो आ, आ, आ,
तो बसंत के ऋतु के दिन पूरे होते वक्त तुझे एक बेटा होगा करके उधर भविष्यवाणी दिया एलिशा ने। എന്നാൽ നമ്മൾക്ക് വേറൊരു കാര്യം അവിടെ കാണുവാൻ കഴിയുന്നത് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തെ ദൈവപുരുഷനായ അതിനെ അവൾ അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനെ അടിയനോട് ഭോഷ്ക് പറയരുത് എന്ന് പറഞ്ഞു. तो इसीलिए उसका उत्तर में उस स्त्री ने क्या बोला, ये परमेश्वर के भक्त ऐसा नहीं, अपनी दासी को धोखा ना दे। ഇതേ രീതിയിൽ ഒരു കാഴ്ച നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്ക് അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो यही बात हम अब्राहम के विषय में उत्पत्ति में हम जानते हैं। 3 പുരുഷന്മാർ അബ്രഹാമിന്റെ അടുക്കൽ വരുമ്പോൾ അവരെ അവൻ ആദരിച്ച് മടങ്ങിപ്പോയതിന് ശേഷം അവര് പറയുന്നുണ്ട്, ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഞങ്ങൾ അടുത്ത വർഷം മടങ്ങി വരുമ്പോൾ നിന്റെ ഭാര്യ സാറ ഒരു മകനെ അണച്ചുകൊള്ളൂ എന്ന് പറയുമ്പോഴും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവർ വൃദ്ധരായിരുന്നു. അത് സംഭവിക്കാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത സാധനത്തെ അസാധ്യമാതിനെ സാധ്യമാക്കുവാൻ കർത്താവിന് കഴിഞ്ഞ കാഴ്ച നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. तो हम उधर उत्पत्ति में हम जानते हैं अब्राहम जब भी उधर बैठा था तभी 3 पुरुष उसके भवन में आए और सब खातिरदारी के बाद वो 3 पुरुष ने उसमें से प्रभु ने उसको कहा कि अगले साल जब भी हम आते वक्त तुम्हें एक बेटा होगा। तभी वो अवस्था भी जब ये देखते वक्त अब्राहम और सारा दोनों बूढ़े थे और ऐसा कभी होने का कभी ऐसा हो नहीं सकता था। पर परमेश्वर जो असंभव चीजों को भी प्रभु उधर संभव करते हुए हम देखते हैं। ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഈ ശൂന്യകാര്യത്തിൽ പറയുന്നത് അതിന് അവൾ അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനെ അടിയോനോട് പോഷ്ക് പറയരുത് എന്ന് പറഞ്ഞു. इधर जब एलिशा ने ये जब बोलते वक्त उधर स्त्री उससे कह रहा है कि ये परमेश्वर का भक्त तुम्हारी दासी को धोखा ना दे। അത് നമുക്ക് 17-ാമത്തെ വാക്യത്തിൽ അതിന്റെ പ്രതിഫലം കാണുവാൻ തക്കോണം ഇടയാക്കുന്നുണ്ട്. അതിന് ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ ഏലിശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. तो इसीलिए अगले 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 बार जब एलिशा ने जो समय उसको बोला था उसी समय में उसको एक बेटा हुआ करके हम पढ़ते हैं 17वां वचन में। നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് നമ്മൾക്ക് കാണുവാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 41 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. लूका का पुस्तक 23वां अध्याय उसका 43 से जब हम नीचे पढ़ते वक्त നമ്മൾക്ക് ഇപ്പോഴും ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തന്നോട് കൂടെ ഉണ്ടായിരുന്ന ഒരു കള്ളനോട് മൗനമായി പറയുന്ന ഒരു വാക്കാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. तो उधर क्रूस पे प्रभु वो चोर को एक बात कह रहा है। എന്താണ് കർത്താവ് ആ കള്ളനോട് പറഞ്ഞത്? प्रभु ने उस चोर को क्या कहा? നമ്മൾ കഴിഞ്ഞ 41-ഉം 42-ഉം വാക്യം വായിക്കുമ്പോൾ അതിന്റെ 43-ഉം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കത് മനസ്സിലാക്കുന്നത്, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചെന്ന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് വളരെ മൗനമായിട്ട് ആ കള്ളൻ കർത്താവിനോട് പറയുന്നുണ്ട്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തനെ. എന്നാൽ നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ക്രൂശിൽ കിടക്കുമ്പോഴും ആ കള്ളനോടുള്ള ബന്ധത്തിൽ മൗനമായി അവിടെ സംസാരിക്കുന്ന ഒരു കാഴ്ച, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം എന്നാണ്. तो हम 41 सब जब नीचे पढ़ते वक्त उधर वो चोर कह रहा है कि जो हम अनुभव कर रहे हैं वो न्याय अनुसार हम अनुभव कर रहे हैं, हम हमारे कार्यों का शिक्षा हम ले रहे हैं, पर प्रभु ने ऐसा कुछ किया नहीं है। तो 42 में जब पढ़ते वक्त उधर वो प्रभु से कह रहा है कि जब भी तुम राज्य में आओगे तो तुम मेरी स्तुति लेना, मुझे याद करना। तो उसके लिए प्रभु उधर शांति से उसको कहता है कि तू मेरे साथ स्वर्गलोक में यानी परदीसा में तुम मेरे साथ होगा करके प्रभु कह रहा है। उधर वो നമ്മൾക്ക് അവിടെ कहते കാണുവാൻ वक्त കഴിയുന്നുണ്ട് प्रभु
हाँ, वो ऐसा कहते वक्त प्रभु उधर क्या क्या कहना चाहता है कि मैं तुम्हारे लिए क्या कर सकता हूँ, वो मैं അതിന് तुम्हारे लिए ഉത്തരം करूंगा करके प्रभु कह रहा है। അതിന് ഉത്തരം നൽകുന്നത് നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും എന്നുള്ള ആ കാര്യമാണ് നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. उधर प्रभु उत्तर के रूप में उस चोर को कह रहा है कि तू आज मेरे साथ स्वर्गलोक में होगा। പ്രിയമുള്ള ദൈവജനമേ, നമ്മളുടെ ബന്ധത്തിൽ വലിയവനായ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്. आज जब ये प्रभु हमें पूछते वक्त मैं तुम्हारे लिए क्या करूं, तभी हमें हमें उत्तर के रूप में हम बहुत सारी चीज हम बोल देंगे कि हमें बहुत सारी चीज चाहिए। ശലോമോനോടുടെ ബന്ധത്തിൽ ശലോമോന് അവന് ജ്ഞാനമാണ് ചോദിച്ചത്. सलोमोन के संबंध में सलोमोन ने केवल समझ यानी बुद्धि को मांगा परमेश्वर से। ആ ശലോമോന് അത് ചോദിച്ചതോടുകൂടി അവന് അത് ചോദിക്കാത്തതും കൂടി അവന് നൽകി എന്ന് നമ്മൾക്ക് അവിടെ വായിക്കുവാൻ കഴിയും. तो जब ही सलोमन ने वो पूछा तो वो पूछने से भी अधिक परमेश्वर ने उसको आशीष दिया, उसको दिया करके हम जानते हैं। ആ ചോദ്യം നമ്മോടാണ് ചോദിക്കുന്നെങ്കിൽ നാം എന്ത് ഉത്തരം പറയും? वही सवाल अगर परमेश्वर हमें पूछ रहा है तो हम क्या उसको उत्तर देंगे, उनको നമ്മൾ उत्तर ഇങ്ങനെയുള്ള देंगे। കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല. വലിയ വീട് വേണം, വലിയ ബംഗ്ലാവ് വേണം, ധനം വേണം, സമ്പത്ത് വേണം, അതുപോലെ വലിയ കാർ വേണം എന്നുള്ള ഒരു കാര്യമേ നമ്മൾ ചോദിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾക്ക് ചോദിക്കുകയുള്ളൂ എന്ന് നമ്മൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് അതാണ് ചോദിക്കാനുള്ളത്. जब भी परमेश्वर हमें पूछते वक्त कि मैं तुम्हारे लिए क्या करूं, तो हम क्या उत्तर देंगे कि मुझे मुझे एक बड़ा घर चाहिए, मुझे मान सम्मान चाहिए, मुझे धन चाहिए, मुझे एक बड़ा कार चाहिए, ये सब रहेगा हमारा उत्तर। എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിന് പറയുവാനുള്ളത്, എന്നെ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കണം. अगर पर एक छुटकारा पाया हुआ एक व्यक्ति के एक व्यक्ति को जब भी हम देखते वक्त उसका आवश्यकता क्या है कि मुझे प्रभु आप नरक से बचाना, നിത്യ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കണം, मुझे परमेश्वर का न्याय से बचाना, നിത്യമായ നാശത്തിൽ നിന്ന് രക്ഷിക്കണം, मुझे वो जो निश्चय नाश जो मेरे ऊपर आने वाला है मुझे उससे बचाना, നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണം, मुझे अनंत काल का दंड से मुझे बचाना, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എനിക്ക് ലഭിക്കണം. और मुझे पाप से छुटकारा प्रभु आप देना। അതിലൊക്കെ ഉപരിയായി നമ്മൾക്ക് പറയാനുള്ളത്, നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കണം. और उससे भी उत्तम चीज जो हम कह सकते हैं वो ये है कि प्रभु वो जो अनंत काल का मिराज का हकदार प्रभु हमें बना देना। അത് നമ്മൾക്ക് ദൈവം തന്നോ? क्या हमें परमेश्वर ये सब दिया क्या? തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് ലഭിച്ചതാണ്. हम सबको ये सब मिल गया है। നമ്മൾക്ക് ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ, ദൈവത്തെ കണ്ട നാൾ മുതൽ നമ്മൾക്ക് ആ നിത്യരക്ഷയുടെ അനുഭവം നമ്മൾക്ക് ലഭിക്കാനിടയായി. जब से हम प्रभु को परमेश्वर को जाने, जब से हम परमेश्वर को स्वीकारे, हम अनंत काल का जीवन का हकदार बन गए। കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം നിത്യ ആ മരണത്തിൽ നിന്നുള്ള ശിക്ഷാവിധിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. प्रभु यीशु मसीह का क्रूस का मृत्यु के द्वारा हमें अनंत काल का दंड और मृत्यु से परमेश्वर ने हमें बचाया। നരകയോഗ്യതയിൽ നിന്ന് നമ്മളെ ആ നിത്യ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തു. हम जो नरक के योग्य थे, हमें उसमें से हटाकर हमें अनंत काल का स्वर्ग का और मिराज का हकदार बना दिया। നിത്യ ശിക്ഷാവിധിയിൽ വിധിക്കപ്പെട്ടവരായിരുന്ന നമ്മൾക്ക് അവന്റെ ക്രൂശ് മരണം കൊണ്ട് ആ നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് ഒരു വിടുതൽ ലഭിച്ചു. और उनका क्रूस का मृत्यु के द्वारा हम जो अनंत काल का दंड में फंसे हुए लोगों को हमें अनंत काल का दंड से छुटकारा मिल गया। എന്നാൽ നമ്മൾക്ക് വായിക്കുവാൻ കഴിയുന്നത്, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അതുപോലെ നിത്യരാജ്യത്തിന്റെ അവകാശികളും ആക്കി തീർക്കുവാൻ വലിയവനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചു. तो ये बड़ा परमेश्वर ने हम पर करुणा दिखाया कि केवल ये सभी नहीं पर हमें सारे स्वर्गीय आशीषों से प्रभु हमें आशीषित करे और हमें अनंत काल का मिराज का यानी स्वर्ग का हकदार बना दिया। ഭൗതികമായ ആ വലിയ കാര്യങ്ങളെക്കാട്ടിലും നമ്മൾക്ക് ലഭിച്ചത് നിത്യതയുടെ ആ നിത്യതയോളം നമ്മൾക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാനുള്ള ആ ഭാഗ്യം കർത്താവിന്റെ ക്രൂശ് മരണം കൊണ്ട് ലഭിച്ചു.
हम जो केवल शारीरिक बातों को पूछने वाले हम जैसे लोगों को, हाँ, ये परमेश्वर के तरफ से हम पूछने से भी अधिक परमेश्वर ने हमें अनंत काल का संबंध की चीजें, और हम अनंत काल तक परमेश्वर की उपस्थिति में रहेंगे, और वो प्रवेश को परमेश्वर ने हमें दिया। ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. അവന്റെ സന്നിധിയിൽ നിത്യകാലം വാഴുവാനുള്ള ആ വലിയ അവകാശവും കർത്താവ് നമ്മൾക്ക് തന്നോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം. और केवल यही नहीं, पर हम अनंत काल में हम वो राज्य में परमेश्वर के साथ बैठकर हम वो हम राज्य करेंगे परमेश्वर के साथ। हम राजाओं के समान हम राज्य करेंगे। ये जो भाग्य अवस्था, ये जो आशीष परमेश्वर ने हमें दिया, ये सोचकर हम परमेश्वर का धन्यवाद दें। അതോടുകൂടി നമ്മൾക്ക് അവന്റെ അവന്റെ പ്രത്യക്ഷതയിൽ അവനോടുകൂടി ആയിരിക്കും എന്നുള്ള ആ വലിയ ആ സമ്പത്തും ആ വലിയ പ്രത്യാശയും നമ്മൾക്ക് തന്നതോർത്ത് നമ്മൾക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. और हमें एकदम बड़ा आशा प्रभु ने हमें दिया कि जब प्रभु आएगा हम प्रभु के साथ हम उड़ जाएंगे, हम उनके पास चले जाएंगे। ये जो बड़ा आशा जो हमें दिया, वो हम याद कर कर प्रभु का धन्यवाद दें। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ये वचनों के द्वारा प्रभु हमें आशीषित करे। प्रभु का अति पवित्र नाम का महिमा हो।